റീസെൻറ്റ് ഈവൻറ്റ് ട്രാപ്പ്. നമ്മളെ അടുത്ത ഇടയ്ക്കായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്കുണ്ടായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ചില കണി കാണൽ, അല്ലേ, ഇതുപോലത്തെ ചില കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ട്രാപ്പ് നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പൂച്ച മുറിയനെ ഓടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. ഇതൊക്കെ നമുക്ക് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ദേശത്തിനും ഓരോ നാട്ടിനും പ്രത്യേക കാര്യങ്ങളാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞു, ഇന്ന ജ്യോത്സ്യൻ പറഞ്ഞ അച്ചട്ടാണ്. അതുകൊണ്ട് ഇനി 6 മാസത്തേക്കൊന്നും ചെയ്യേണ്ടതില്ല, 6 മാസം വരെ കഷ്ടകാലമാണ്. ഇങ്ങനെ ഒരുപാട് ട്രാപ്പിൽ പെട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെതാണ് ഈ ട്രാപ്പൊക്കെ എന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മൾ മനസ്സിന് ചെറുപ്പകാലം മുതലേ നമുക്ക് കിട്ടിയ ചില ഇതുപോലത്തെ കാര്യങ്ങളാണ്. ഫിലിപ്പീൻസിൽ പൂച്ച മുറിയനെ ഓടിയാൽ നല്ലതാണ്. കറുത്ത പൂച്ച മുന്നിൽ ചാടിയ അന്ന് നല്ല ദിവസം. എനിക്കൊരു സുഹൃത്തുണ്ട്, നമ്മൾ പോകുന്ന വഴിക്ക് പുറകിൽ നേരം വിളിക്കും, അല്ലെങ്കിൽ മടങ്ങേണ്ടി വന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ മടങ്ങേണ്ടി വന്നാൽ അവർക്ക് അത് ആ ദിവസം മുഴുവൻ പോക്കാണ് എന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ രീതി ചിന്തിക്കുന്ന സമയത്ത് ഇതെനിക്ക് മറ്റൊരു സുഹൃത്തുണ്ട്, അവൻ്റെ കാര്യത്തിലൊക്കെ അവൻ്റെ തീരുമാനം എന്ന് വെച്ചാൽ അവൻ മടങ്ങിയോ ആ കാര്യം ഭംഗിയായി നടക്കും. അവൻ തീരുമാനിച്ചിട്ടുണ്ട്, അവൻ്റെ മടങ്ങി കഴിഞ്ഞാൽ നടക്കും. ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഉള്ളിലുണ്ടാകുന്ന ചെറുപ്പകാലത്തിലെ നമുക്ക് ആരോ കൊണ്ടുവച്ച് വെച്ചിട്ടുള്ള ചളി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, നെഗറ്റീവായിട്ട് ചില ചിന്താഗതികളുണ്ട്. ഈ ചിന്താഗതികളാണ് നമുക്ക് ഇത്തരം ട്രാപ്പുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത്തരം ട്രാപ്പുകളൊക്കെ ട്രാപ്പുകളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനം എടുക്കാമെന്നില്ല കുറച്ച് വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് ഏതൊരു കാര്യത്തിലും ഒന്നുകൂടി ആലോചിച്ച് പ്രവർത്തിക്കുന്നൊരു ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ തുടങ്ങിയാൽ നമുക്ക് ഇത്തരം ട്രാപ്പുകളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ റീസെൻറ്റ് ഈവൻറ്റ് ട്രാപ്പ് അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇതൊക്കെ നമ്മൾ മനസ്സിൻ്റെത് മാത്രമാണ്. അപ്പോൾ അത്തരം ട്രാപ്പുകൾ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.